മോൾ കോൺസെപ്റ്റാണ് അടുത്ത പറയുന്നത്. നമ്മൾ ഇപ്പം ഒരു സെഞ്ച്വറി എന്ന് പറയുമ്പം ക്രിക്കറ്റിൽ പറയുകയാണെങ്കിൽ 100 റൺസ് അല്ലേ, അതേപോലെ ഡസൻ പറയുമ്പോൾ 12. അതേപോലെ നമ്മൾ സ്മോൾ സൈസുള്ള പാർട്ടിക്കിൾസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആറ്റംസിനെ മോളിക്യൂൾസിനെയൊക്കെ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് മോൾ എന്നുള്ളത്. ഓക്കെ, ഈ മോൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആക്ച്വലി ശരിക്കും ഈ വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഓസ്റ്റ്വാൾഡാണ്, വില്യം ഓസ്റ്റ്വാൾഡ്. അതൊരു ആക്ച്വലി ഒരു ലാറ്റിൻ വേർഡാണ്. മോൾ എന്ന് പറഞ്ഞാൽ ഒരു ഹീപ്പ് അല്ലെങ്കിൽ ഒരു പൈൽ അല്ലേ, പൈൽ പറഞ്ഞാൽ ഒരു കൂമ്പാരം. അതിനാണ് നമ്മൾ ലാറ്റിനിൽ മോൾ എന്ന് പറയാം. ഇത് പിന്നെ ഒരു 1967 ഒക്കെ ആയപ്പോഴാണ് ഒരു യൂണിറ്റ് മാസ്, ഒരു യൂണിറ്റായിട്ട് പിന്നെ ലാർജ് നമ്പർ ഓഫ്, എത്ര ലാർജ് നമ്പർ പറഞ്ഞാൽ കറക്റ്റ് ഉണ്ട് അല്ലേ, എത്രയാണ് 6.022 × 10⁻23. അങ്ങനത്തെ ഒരു മാസീവ് ഹീപ്പ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെയാണ് നമ്മൾ മോൾ എന്ന് പറയാം അല്ലേ. സോ 1 mole എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എമൗണ്ട് ഓഫ് ദ സബ്സ്റ്റൻസ് ദറ്റ് കണ്ടെയ്ൻ ആസ് മെനി പാർട്ടിക്കിൾസ് ഓർ എൻറ്റിറ്റീസ് ആസ് ദർ ആർ ആറ്റംസ് ഇൻ എക്സാക്ട്ലി 12 gram ഓഫ് carbon-12 isotop. ഇറ്റ് ഈസ് ഈക്വൽ ടു 6.022 × 10⁻23. അതായത് നമ്മൾ 12 gram carbon-12 isotop എടുത്താൽ അതിൽ എത്ര ആറ്റംസ് ഉണ്ടോ, ഓക്കെ, അതിലുള്ള ആറ്റംസിൻ്റെ എണ്ണത്തിനെയാണ് നമ്മൾ അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ 6.02 × 10⁻23 എന്ന് പറഞ്ഞത്. അപ്പോൾ 12 gram കാർബൺ എടുത്താൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, സോ 1 mole ഓഫ് ദ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം, ആറ്റംസ് ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് കണ്ടെയ്ൻ 6.02 × 10⁻23 ആറ്റംസ്. അവഗാഡ്രോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ 1 mole ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ കണ്ടെയ്ൻ അവഗാഡ്രോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 6.02 × 10⁻23. അവഗാഡ്രോ നമ്പർ ഓഫ് സാൻഡ് എന്ന് പറഞ്ഞാൽ 1 mole ഓഫ് സാൻഡ് ആണ് അല്ലേ. അവഗാഡ്രോ നമ്പർ ഓഫ് ക്ലോറൈഡ് അയോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ 1 mole ഓഫ് ക്ലോറൈഡ് അയോൺ എന്ന് പറയാം, അതല്ലെങ്കിൽ 6.02 × 10⁻23 ക്ലോറൈഡ് അയോൺസിനെയാണ് നമ്മൾ അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ 1 mole. ഇനി ഒരു മോളിൻ്റെ മാസിനെ നമ്മൾ വിളിക്കുക മോളാർ മാസ് എന്നാണ്. ഓക്കെ, ഏതാണ്? ഇപ്പോൾ 12 gram എന്ന് നമ്മൾ പറഞ്ഞു. 12 gram ഇസ് എ മോളാർ മാസ് ഓഫ് കാർബൺ. 1 gram ഇസ് മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ, ആറ്റം ആണെങ്കിൽ. ഓക്കെ, മോളിക്യൂൾ ആണെങ്കിലോ ഹൈഡ്രജൻ എങ്ങനെയായിരിക്കുക? H2 എന്നാണ് ഇരിക്കുക അല്ലേ. അപ്പോൾ 1 mole ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിൻ്റെ മോളാർ മാസ് എത്രയാണ്? 32. 16 × 2 32 gram. 1 mole ഓഫ് ഹൈഡ്രജൻ ആണെങ്കിൽ 2 gram അല്ലേ. നൈട്രജൻ ആണെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ ആണെങ്കിൽ 14 gram ആണ്. മോളിൻ്റെ ആണെങ്കിലോ ഇറ്റ് വിൽ ബി ഒരു മോളിക്യൂളിൻ്റെ ആണെങ്കിൽ നൈട്രജൻ N2 അല്ലേ ഉണ്ടാവുക, അപ്പോൾ 14 × 2 28 എന്നാണ് വരിക. ഓക്കെ, സോ മാസ് ഓഫ് 1 mole is called molar mass. ആക്ച്വലി യു എക്സ്പ്രസ് മോളാർ മാസ് ഇൻ ഗ്രാം. ക്യാപിറ്റൽ M എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ മോളാർ മാസിനെ റെപ്രസെൻറ്റ് ചെയ്യുക.